അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള റാസ വ്ളോഗ്സിലെ ഉസ്താദ് ഒരു കാര്യം പറയുന്നത് കേട്ടു. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. തെളിവ് സഹിതം ഉസ്താദ് അതിൽ പറയുന്നുണ്ട്. അതായത് ഒരു മാതാവ് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ആ കുട്ടിയിലേക്കല്ലാതെ ശ്രദ്ധ പുറത്തു പോവുകയാണെങ്കിൽ, ഇന്ന് സാധാരണ നമ്മൾ കാണാറുണ്ട്, വളരെ ചെറിയ കുട്ടിയാണെങ്കിൽ മാതാവ് നല്ല ശ്രദ്ധയോടുകൂടി മുലപ്പാൽ കൊടുക്കും. കുട്ടി കുറച്ച് വലുതാകുന്നതിനനുസരിച്ച് മറ്റുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടും അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്ന നമ്മൾ കാണാറുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ഈ കുട്ടി വലുതാകുന്ന സമയത്ത് മറ്റ് സ്വഭാവ ദൂഷ്യത്തിലേക്ക് പോവുകയും എന്തിനേറെ മയക്കുമരുന്നിന് അടിമയായി പോകും എന്ന് വരെ ഉസ്താദ് അവരുകൾ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഉസ്താദ് പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. നിങ്ങൾ ചെറിയ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് ആ കുഞ്ഞിനോട് സ്നേഹത്തോടെയുള്ള ഒരു അപ്രോച്ച് ഇല്ലാതെ അത് വെറുതെ നിങ്ങൾ കുടിച്ചു പോകും എന്നുള്ളൊരു മൈൻഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ കുഞ്ഞിന്റെ സ്വഭാവം പോലും ആ കുട്ടി വലുതാകുമ്പോൾ മാറാൻ മോശം സ്വഭാവത്തിലേക്ക് എത്താൻ സാധ്യതയേറെയാണെന്ന് ഒരു പഠനം ഇങ്ങനെ കാണുന്നുണ്ട്. A child who has experienced little satisfaction in emotional contact with his mother, whose main source of happiness has been the physical touch of feeding, will very likely in later life see pleasure and comfort either in alcohol or other type of physical contact. ഉമ്മയിൽ നിന്ന് ഈ മാതൃത്വത്തിന്റെ സ്ഥലകുംഭത്തിൽ നിന്ന് മനോഹരമായി അമ്മിന്റെ പാൽ കുടിക്കുന്ന സമയം ഉമ്മയിൽ നിന്നൊരു സ്നേഹത്തിന്റെ പരിലാളന കിട്ടാതെ പോകുന്ന കുട്ടിയാണെങ്കിൽ അവൻ പിന്നീട് വലുതാകുമ്പോൾ സന്തോഷം കണ്ടെത്തുന്നത് ലഹരിയിലായിരിക്കാം, ഏറ്റവും മോശം സ്വഭാവങ്ങളിലായിരിക്കാം, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയേക്കാം. എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കൃത്യമായി സയന്റിഫിക്കൽ സ്റ്റഡീസ് ഉണ്ട്. ഒരു കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ മൊബൈൽ പോലും നിങ്ങൾ ഉപയോഗിക്കരുതെന്നാണ്. ആ കുഞ്ഞുമായുള്ള വൈകാരിക കോണ്ടാക്ട് നഷ്ടപ്പെട്ടു പോകും. അമിതമായ ഉപയോഗം പോലും കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഉമ്മയിൽ നിന്നുണ്ടാകരുത്. അത് കുഞ്ഞുമായുള്ള ആ മനോഹരമായ ബാന്ധവത്തെ തകർത്ത് കളയുന്നതാണ്. ഇവിടെ മാതാപിതാക്കൾക്ക് ഒരു ചെറിയ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയം മുതൽ ശ്രദ്ധിക്കാൻ ഏറെയുണ്ട്. ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതായത് മാതാവ് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ആ ശ്രദ്ധ മുഴുവനും കുട്ടിയിലായിരിക്കണം എന്നുള്ളതാണ്, മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത് എന്നാണ്. ഇത് സയൻസ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന് പോയ സമയത്ത് അവിടെ ഒരുപാട് സ്ത്രീകളെ ശിക്ഷിക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല ജിബ്രീലെ, എന്തിനാണ് ആ സ്ത്രീകളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അവര് കുട്ടികൾക്ക് അകാരണമായി മുലപ്പാല് നിഷേധിച്ചവരായിരുന്നു എന്നുള്ളതാണ്. അകാരണമായി മുലപ്പാല് നിഷേധിച്ചവരാണ് എന്നുള്ളതാണ്. ഇന്ന് ചുരുക്കം ചില ആളുകളെങ്കിലും, ചുരുക്കം ചില സ്ത്രീകളെങ്കിലും ഈ വിഭാഗത്തിൽ പെടുന്നവരാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കുട്ടിക്ക് മുലപ്പാല് കൊടുത്താൽ തന്റെ സൗന്ദര്യത്തിന് വല്ല പ്രശ്നങ്ങളും വരുമോ, അല്ലെങ്കിൽ തന്റെ ശരീരത്തിന്റെ ആ ഒരു സൗന്ദര്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്ന് പേടിച്ചുകൊണ്ട് കുട്ടിക്ക് മറ്റേതെങ്കിലും ഇന്ന് വിപണിയിൽ കിട്ടുന്ന സാധനങ്ങൾ കലക്കി കൊടുത്തുകൊണ്ട് മുലപ്പാല് നിഷേധിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അകാരണമായി മുലപ്പാല് നിഷേധിക്കുന്ന സ്ത്രീകളാണ് എന്ന്. ഇത് ഒരു കുട്ടിയുടെയും ഒരു മാതാവിന്റെയും ആ ഒരു മാതൃബന്ധം, അത് കുട്ടികൾക്ക് മുലപ്പാല് കൊടുത്തേ മതിയാകൂ എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. കൂടുതലാണ് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ല. ഏതായാലും ഒരു കുട്ടിക്ക് ഉമ്മ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത്, മാതാവ് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഴുവനും ശ്രദ്ധ ഈ കുട്ടിയിലായിരിക്കണം എന്ന് പണ്ടേ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് അത് സയൻസ് പോലും പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.